നമസ്കാരം KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര മറ്റത്തൂർ കുന്നിൽ CCTVയിൽ പുലിയുടെ രൂപസാദൃശ്യമുള്ള ജീവിയുടെ ചിത്രം പതിഞ്ഞു. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KS ഷിനോജിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും RRT സേനയും സമീപത്ത് തിരച്ചിൽ നടത്തി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന് UGCയുടെ അംഗീകാരത്തോടെ കാലിക്കറ്റ് സർവകലാശാല സ്വയംഭരണ പദവി ലഭിച്ചതിന്റെ പ്രഖ്യാപനം നടത്തി. G20 പാർട്ടിയുടെ രണ്ടാം ഘട്ട വാഹന പ്രചരണ ജാഥ കൊടകര പഞ്ചായത്തിൽ ആരംഭിച്ചു. സംസ്ഥാന ഔഷധ സസ്യ ബോർഡ്, മറ്റത്തൂർ ലേബർ സഹകരണ സംഘം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കൃഷിയും വ്യവസായവും ഒന്നിച്ചു വളരുന്ന കേരളം എന്ന വിഷയത്തിൽ ഏകദിന കോൺക്ലേവ് സംഘടിപ്പിച്ചു. കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ നേതൃത്വത്തിൽ കലാഭവൻ നവാസ് അനുസ്മരണം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കൊടകര മറ്റത്തൂർ കുന്നിൽ CCTVയിൽ പുലിയുടേതിന് രൂപസാദൃശ്യമുള്ള ജീവിയുടെ ചിത്രം പതിഞ്ഞു. ഞായറാഴ്ച രാത്രി 7:45ഓടെ മറ്റത്തൂർക്കുന്ന് പടിഞ്ഞാട്ടുമുറി കതിരോല നഗറിൽ കോപ്ലി യോഹന്നാന്റെ വീട്ടിലെ നിരീക്ഷണ ക്യാമറയിലാണ് ദൃശ്യം പതിഞ്ഞത്. യോഹന്നാന്റെ വീട്ടിൽ ആൾത്താമസമില്ല. ഇവർ US-ലാണ്. വീട്ടിലെ CCTV ക്യാമറയുടെ ലിങ്ക് ഇദ്ദേഹത്തിന്റെ US-ലെ വീട്ടിലെ കമ്പ്യൂട്ടറിലുണ്ട്. അങ്ങനെയാണ് വന്യജീവി എത്തിയത് കണ്ടത്. തുടർന്ന് സമീപവാസിയായ K പ്രസാദിനോട് വിവരം പറഞ്ഞു. ഈ ക്യാമറയിലാണ് ഇന്നലെ രാത്രി 7:45 കൂടിയിട്ട് ഒരു ജീവി എന്ന് പറഞ്ഞാൽ പുലി എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു സംഗതി പാസ് ചെയ്യുന്നതായിട്ട് US-ലിരുന്ന്, അമേരിക്കയിലാണ് ഈ വീടിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള യോഹന്നാൻ ചേട്ടൻ, കോപ്ലി വീട്ടിൽ യോഹന്നാൻ ചേട്ടനാണ്. അദ്ദേഹം അവിടെ ഇരുന്ന് കണ്ട ദൃശ്യം എനിക്ക് അയച്ചു തന്നു. ഇങ്ങനൊരു സംഭവം കാണുന്നുണ്ട്, എന്താണ് എന്ന് നോക്കണം, ആരോടെങ്കിലും ഞാൻ പറഞ്ഞു ആരോടെങ്കിലും ചോദിക്കാം, അന്വേഷിക്കാം. കാരണം ഉത്തരവാദപ്പെട്ട അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, പ്രത്യേകിച്ച് ഫോറസ്റ്റുകാരാണല്ലോ അതൊക്കെ പറയേണ്ടത് എന്നുള്ളതുകൊണ്ട് തന്നെ. വിവരമറിഞ്ഞ് വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KS ഷിനോജിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും RRT സേനയും സമീപത്ത് തിരച്ചിൽ നടത്തി. സ്ഥലത്ത് ക്യാമറകൾ സ്ഥാപിക്കുമെന്നും രാത്രികാലങ്ങളിൽ പട്രോളിംഗ് നടത്തുമെന്നും വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KS ഷിനോജ് പറഞ്ഞു. ഇന്ന് മറ്റത്തൂർക്കുന്ന് ഭാഗത്ത് നമുക്ക് ഒരു വീട്ടിൽ ക്യാമറ വെച്ചിട്ടൊരു വീഡിയോൻ്റെ ഇത് കിട്ടിയിരുന്നു. നമുക്ക് അത് വെച്ച് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു പ്രിഡേറ്റർ ആണെന്നുള്ളൊരു സംശയം തോന്നുന്നുണ്ട്. രാത്രിയിലത്തെ വിഷൻ ആയതുകൊണ്ട് നമുക്കത് ക്ലിയർ ആക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് നാട്ടുകാരുടെ ഒരു ഭയപ്പാട് ഒഴിവാക്കുന്നതിനായിട്ട് നമ്മളിന്ന് ഒരു ക്യാമറ ഈ ഭാഗത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ക്യാമറ വെച്ച് അത് പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത നടപടി ഉടൻ തന്നെ ചെയ്യും. അതോടെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PA അനൂപ്, സെഷൻ ഫോറസ്റ്റ് ഓഫീസർ രാജേഷ് ജോർജ്, BFOമാരായ MA രാഗേഷ്, PS സനു, KJ ജിൻഷ, ഡ്രൈവർ TK അഭിലാഷ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ സ്വയംഭരണ പദവി പ്രഖ്യാപനം നടത്തി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഓട്ടോണമസിന് UGCയുടെ അംഗീകാരത്തോടെ കാലിക്കറ്റ് സർവകലാശാല സ്വയംഭരണ പദവി ലഭിച്ചതിന്റെ പ്രഖ്യാപനം കോളേജ് സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ അധ്യക്ഷനായ ചടങ്ങിൽ ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രഖ്യാപനം നടത്തി. ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ സഹൃദയ പ്രൊഫഷണൽ അക്കാദമിയുടെ ശിലാസ്ഥാപനം നടത്തി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു, റവന്യൂ മന്ത്രി K രാജൻ എന്നിവർ ഓൺലൈൻ വഴി ആശംസകൾ അറിയിച്ചു. TJ സനീഷ് കുമാർ MLA എക്സാം കൺട്രോൾ റൂം ഉദ്ഘാടനം ചെയ്തു. 2025 പാസ് ഔട്ട് ബാച്ചിലെ 7 ഇന്റർനാഷണൽ സ്പോർട്സ് താരങ്ങളെയും റാങ്ക് ജേതാക്കളെയും ACCA CMAUSC അഫിലിയേറ്റുകളെയും അനുമോദിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, സഹൃദയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജർ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ജോജി കല്ലിങ്ങൽ, പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL,
ഫിനാൻസ് ഓഫീസർ റവറൻ സിബിൻ വാഴപ്പള്ളി, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ, സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഡോക്ടർ ജിനോ ജോണി മാളക്കാരൻ, ഡീൻമാരായ പ്രൊഫസർ വി ജെ തോമസ്, ഡോക്ടർ ഷീബ എം ബി, പ്രൊഫസർ ഡോക്ടർ സനിൽ രാജ് ജെ, PTA പ്രതിനിധി നൈസി ബേബി, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി ദീപക് എസ് മേനോൻ, വിദ്യാർത്ഥി പ്രതിനിധി ഓസ്റ്റിൻ ബിനോയ്, പ്രോഗ്രാം കൺവീനർ ഡോക്ടർ സ്വപ്ന സി കോമ്പാത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും റെഡ് ബാൻഡിന്റെ നേതൃത്വത്തിൽ മ്യൂസിക് പ്രോഗ്രാമും നടന്നു. ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് അഭിനന്ദ പിതാവ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തതോടുകൂടി നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. നമ്മുടെ കോളേജിന് ഓട്ടോണമസ് പദവി ലഭിച്ചിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 2012 മുതലുള്ള 25 വരെ എത്തി നിൽക്കുന്ന ഈ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടത്തിന് സാക്ഷ്യം വഹിക്കുവാൻ കഴിഞ്ഞതിലുള്ള സംതൃപ്തിയാണ് എനിക്കുള്ളത്. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വലിയ തോതിലുള്ള നേട്ടങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്ത് The Declaration of Autonomy is not merely a status upgrade. It is a recognition of our institution's consistent commitment to academic excellence. 2020 പാർട്ടിയുടെ രണ്ടാം ഘട്ട വാഹന പ്രചരണ ജാഥ കൊടകരയിൽ ആരംഭിച്ചു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് ഒരുക്കത്തിന്റെ ഭാഗമായി 2020 പാർട്ടിയുടെ രണ്ടാം ഘട്ട വാഹന പ്രചരണ ജാഥ കൊടകര പഞ്ചായത്തിൽ ആരംഭിച്ചു. കൊടകര ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ജാഥ 2020 കൊടകര പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് അംഗം വർഗീസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ആന്റോ അറോത്ത അധ്യക്ഷത വഹിച്ചു. ജോർജ് മാർട്ടിൻ, സെബിൻ മാത്യു, വർഗീസ് PI, ഫ്രാൻസിസ് VG, ലീന ജോൺ, VK ജോസ്, ഡേവിസ് പഞ്ഞളി, ജോയ്, ഷിദാദ് എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളും ഉണ്ടായിരിക്കുമെന്നുള്ള വിവരം എല്ലാ വീട്ടിലും അറിയിച്ചിരുന്നു. 2020 നമ്മുടെ കൊടാര പഞ്ചായത്തിൽ വന്നാൽ നമ്മുടെ നാട് നന്നാവും, നമ്മുടെ ദേശം നന്നാവും, നമ്മുടെ വീട് രക്ഷപ്പെടും എന്ന് കണക്കൂട്ടി എല്ലാവരും 2020 സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് കിഴക്കമ്പലം പോലൊരു പഞ്ചായത്തെ. കൃഷിയും വ്യവസായവും ഒന്നിച്ചു വളരുന്ന കേരളം കോൺക്ലേവ് സംഘടിപ്പിച്ചു. സംസ്ഥാന ഔഷധ സസ്യ ബോർഡ്, മറ്റത്തൂർ ലേബർ സഹകരണ സംഘം എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് കൃഷിയും വ്യവസായവും ഒന്നിച്ചു വളരുന്ന കേരളം എന്ന വിഷയത്തിൽ ഏകദിന കോൺക്ലേവ് സംഘടിപ്പിച്ചത്. മറ്റത്തൂർ ചെട്ടിച്ചാലിലുള്ള MLCSന്റെ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രത്തിൽ KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ TK ഹൃദിക് അധ്യക്ഷനായി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MR രഞ്ജിത്ത്, പഞ്ചായത്ത് അംഗം ജിഷ ഹരിദാസ്, MLCS പ്രസിഡന്റ് TA ഉണ്ണികൃഷ്ണൻ, ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ്, ദേവസ്വം റിക്രൂട്ട്മെന്റ് ചെയർമാൻ KB മോഹൻദാസ്, ആയുർവേദ മെഡിസിൻ മാനുഫാക്ചറേഴ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി ഡോക്ടർ D രാമനാഥൻ, ലേബർ ഹെഡ് ചെയർമാൻ AC മാത്യു, MLCS സെക്രട്ടറി KP പ്രശാന്ത്, വൈസ് പ്രസിഡന്റ് A സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഡോക്ടർ TM തോമസ് ഐസക്, പ്രൊഫസർ C രവീന്ദ്രനാഥ്, വൈദ്യരത്നം ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ET കൃഷ്ണൻ മൂസ്, മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J ചിറ്റിലപ്പള്ളി, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ U സലിൻ, സ്റ്റേറ്റ് സീഡ് ഫാം AD AMV രശ്മി, പ്രൊഫസർ ഡോക്ടർ മിനിരാജ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംസ്കരണം കൃഷിക്കാരുടെ കൂട്ടായ്മ ഏറ്റെടുക്കുക. അത് ചെയ്തില്ലായിരിക്കും. ഒരു പ്രത്യേകത, ഗുരുവായൂർ അമ്പലത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉത്പാദന കോൺട്രാക്ട് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അത് സംസ്കരിക്കണം. അങ്ങനെ പുതിയ ഉൽപ്പന്നങ്ങൾ അതിൽപ്പെടുത്തി ഉണ്ടാക്കി വിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സൊസൈറ്റി ഇടപെടുന്നു. പിന്നെ തുടരുന്നുണ്ട്. കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ നേതൃത്വത്തിൽ കലാഭവൻ നവാസ് അനുസ്മരണം നടത്തി.
പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷനായി. നഗരസഭാ കൌൺസിലർ VJ ജോജി ഉദ്ഘാടനം ചെയ്തു. നവാസിനൊപ്പം ദീർഘകാലം കലാരംഗത്ത് പ്രവർത്തിച്ച കലാഭവൻ ബെന്നി അനുസ്മരണ പ്രഭാഷണം നടത്തി. വാർഡ് കൌൺസിൽ TD എലിസബത്ത്, പീറ്റർ കലാഭവൻ, കലാഭവൻ ജോബി, സെക്രട്ടറി കലാഭവൻ സുധി, ഗായകൻ സുധീഷ് ചാലക്കുടി, ഡോക്ടർ KO ജോസഫ്, PM അസീസ്, മായ ശശികുമാർ, ഡോക്ടർ സുനിൽ കുമാർ, ധനുഷ വിഷ്ണു എന്നിവർ സംസാരിച്ചു. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി 2 യുവാക്കളെ വെള്ളിക്കുളങ്ങര പോലീസ് പിടികൂടി. വെള്ളിക്കുളങ്ങര കപ്പേളയ്ക്ക് സമീപത്ത് നിന്ന് മോനോടി സ്വദേശി വൈകുണ്ഠപുരം വീട്ടിൽ അഖിൽ, വെള്ളിക്കുളങ്ങരയിൽ നിന്ന് മാരാങ്കോട് സ്വദേശി കളങ്കണ്ടത്ത് വീട്ടിൽ ആകാശ് എന്നിവരെയാണ് വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തത്. വെള്ളിക്കുളങ്ങര സ്റ്റേഷൻ ഇൻസ്പെക്ടർ കൃഷ്ണൻ K, സബ് ഇൻസ്പെക്ടർ സുനിൽകുമാർ, ഡ്രൈവർ GS PPO വിബീഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി. ഇരിങ്ങാലക്കുട പൊറത്തിശ്ശേരി മഹാത്മാ LPN UP സ്കൂളിന്റെ ഡൈനിംഗ് ഹാളിന്റെ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. ഇരിങ്ങാലക്കുട പൊറത്തിശ്ശേരി മഹാത്മാ LPN UP സ്കൂളിലെ ഡൈനിംഗ് ഹാളിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചത്. മന്ത്രിയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഡൈനിംഗ് ഹാൾ നിർമ്മിക്കുക. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമെന്നത് ഉറപ്പാക്കിക്കൊണ്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. വിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ മുൻതൂക്കം നൽകുന്നു. പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നു. കാലത്തിനനുസരിച്ചുള്ള പരിഷ്കാരങ്ങൾ അധ്യാപനത്തിലും അധ്യയനത്തിലും കൊണ്ടുവരുന്നുണ്ട്. സ്കൂൾ അങ്കണത്തിൽ ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനി എബിൻ വെള്ളാനിക്കാരൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെയ്സൺ പാറേക്കാടൻ, കൌൺസിലർ CC ഷിബിൻ, സ്കൂൾ മാനേജർ സുഷിതാംബരൻ, സ്കൂൾ പ്രധാനാധ്യാപിക PG ബിന്ദു, PTA പ്രസിഡന്റ് കാർത്തിക സന്തോഷ് എന്നിവർ പങ്കെടുത്തു. ഒരുമിച്ചിരിക്കാനുള്ള ഡൈനിങ് ഹാൾ ഇവിടെ ഇല്ല എന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. അന്ന് പറഞ്ഞ വാക്ക് അനുസരിച്ചാണ് ഇതിന് 10 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചത്. ഡൈനിങ് ഹാളിന്റെ ശിലാസ്ഥാപന കർമ്മം നിങ്ങളെ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നിർവഹിച്ചതായി സസന്തോഷം അറിയിക്കുകയാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,375 രൂപ, പവന് 75,000 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തത. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകര മറ്റത്തൂർക്കുന്നിൽ CCTVയിൽ പുലിയുടെ രൂപസാദൃശ്യമുള്ള ജീവിയുടെ ചിത്രം പതിഞ്ഞു. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KS ഷിനോജിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും RRT സേനയും സമീപത്ത് തിരച്ചിൽ നടത്തി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന് UGCയുടെ അംഗീകാരത്തോടെ കാലിക്കറ്റ് സർവകലാശാല സ്വയംഭരണ പദവി ലഭിച്ചതിന്റെ പ്രഖ്യാപനം നടത്തി. G20 പാർട്ടിയുടെ 2ാം ഘട്ട വാഹന പ്രചരണ ജാഥ കൊടകര പഞ്ചായത്തിൽ ആരംഭിച്ചു. സംസ്ഥാന ഔഷധ സസ്യ ബോർഡ്, മറ്റത്തൂർ ലേബർ സഹകരണ സംഘം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കൃഷിയും വ്യവസായവും ഒന്നിച്ചു വളരുന്ന കേരളം എന്ന വിഷയത്തിൽ ഏകദിന കോൺക്ലേവ് സംഘടിപ്പിച്ചു. കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ നേതൃത്വത്തിൽ കലാഭവൻ നവാസ് അനുസ്മരണം സംഘടിപ്പിച്ചു.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.